ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട അത് ഉണ്ടാക്കാൻ. നമ്മൾ വെറും 5 ഐറ്റം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അവില്, തേങ്ങ ചിരകിയത്, നേന്ത്രപ്പഴം, മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ തേനാണ് ഉപയോഗിക്കുന്നത്. തേനിന് പകരം നമുക്ക് ശർക്കര ഉരുക്കിയതൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം. അതുകൂടാതെ വേണ്ടത് നെയ്യാണ്. ഈ 5 ഐറ്റം വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. പുറത്താണെങ്കിൽ നല്ല മഴ. ഈ മഴയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമാണല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. വാ. ആദ്യമായി അടുപ്പ് കത്തിച്ച് പാൻ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള അവൽ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊന്ന് ക്രിസ്പി ആകുമ്പോഴത്തേന് അതിറക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിയുക. ശേഷം ആ പാനിലേക്ക് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചതിന് ശേഷം ആ അരിഞ്ഞ് വെച്ചേക്കുന്ന നേന്ത്രപ്പഴം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ അത് ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ശേഷം നമ്മൾ തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം അതൊരു പാനിലേക്ക് മാറ്റുക. ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന അവിലും അതോടൊപ്പം തന്നെ ചിരികിയ തേങ്ങായും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം മധുരത്തിനായിട്ട് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന തേൻ അതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ തേനിന് പകരം നമുക്ക് ശർക്കര ഉപയോഗിക്കാം, പഞ്ചസാര ഉപയോഗിക്കാം, ആവശ്യമുള്ളത് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ തേൻ അതിനകത്ത് നന്നായിട്ട് പിടിക്കണം. ആ അവിലിനകത്ത് നന്നായിട്ട് പിടിക്കത്തക്ക നിലയിൽ എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓരോ സ്പൂൺ കഴിക്കുമ്പോഴേ നമുക്ക് ആ മധുരം കിട്ടണം. ശേഷം തീ ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ വഴറ്റി വെച്ചേക്കുന്ന നേന്ത്രപ്പഴം അവിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ള ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാമെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചതിന് ശേഷം ഞാൻ കഴിച്ച് നോക്കുകയാണ്. കഴിച്ച് നോക്കിയപ്പോഴത്തേനും അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം അതിന് നമ്മൾ അവിൽ എത്രത്തോളം അത് ക്രിസ്പിനെസ് ആവുന്നോ അത്രത്തോളം ടേസ്റ്റാണ് അത്. ആ ഒരു കിരാന്നിരിക്കുക നമ്മൾ കഴിക്കുമ്പോൾ. ആ ഒരു നെയ്യുടെ മണവും ഈ നേന്ത്രപ്പഴവും ആ ഒരു മധുരവും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീട്ടിൽ. ഈ മഴ സമയത്തൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഇളയ മോന് വെച്ച് കൊടുത്ത് നോക്കി, അയാൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്.